ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ക്രിസ്പി ആയിട്ടുള്ള ഒരു അവൽ വെച്ചിട്ട് ഒരു ഫിംഗേഴ്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് അവിലെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു അവൽ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് പൗഡർ രൂപത്തിലാക്കി എടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് നല്ല പൗഡറായി കിട്ടിയിട്ടുണ്ട്. ഈ രീതിക്ക് വേണം കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ. ഇനി ഞാൻ ഇതിനാവശ്യമായിട്ട് 2 പൊട്ടാറ്റോയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 2 ചെറിയ പൊട്ടാറ്റോയാണ്. ഇത് വേവിച്ച് വെച്ചതായിരുന്നു. അപ്പോൾ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഫോർക്ക് വെച്ചിട്ടാണ് ഇതിങ്ങനെ ഉടച്ചെടുക്കുന്നത്. അപ്പോൾ ചൂടോട് കൂടി തന്നെ നമുക്കിത് ഉടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നല്ല ഫൈനായിട്ട് കിട്ടും. അപ്പോൾ ഫോർക്ക് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിലും നല്ല ഈസി ആയിട്ട് നമുക്കിത് ഉടച്ചെടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. ഞാനിത് റെഡിയാക്കി വെച്ചു. ഇനി ഇതിലേക്ക് ഞാനൊരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അത് 4ആയി കീറിയിട്ട് നന്നായിട്ട് ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ്. അപ്പോൾ നല്ല ചെറിയ രീതിയിൽ തന്നെ അരിഞ്ഞെടുക്കണം. ഇനി 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ഈ പൊട്ടാറ്റോയുടെ മിക്സിയിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള അവിലിൻ്റെ പൗഡർ ഉണ്ടല്ലോ, അതും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മൊത്തത്തിൽ ചേർക്കാതെ ഇതുപോലെ കുറേശ്ശെ ഇട്ട് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുമായിട്ട് മിക്സാക്കി എടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുകയാണ്. എന്നിട്ട് ഇത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മൾ ചപ്പാത്തി പൂരിയൊക്കെ കുഴച്ചെടുക്കുന്നത് പോലെ കൈകൊണ്ട് നന്നാക്കിയിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ ഒട്ടും വെള്ളം ചേർക്കാതെ വേണം കേട്ടോ നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് കുഴച്ചെടുത്തപ്പോൾ കുറച്ച് ലൂസായി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടെ അവലിൻ്റെ പൗഡർ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പം നമുക്ക് നല്ലൊരു ഡോ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഡോ നമുക്ക് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാനിത് എടുത്ത് നോക്കുമ്പോൾ നല്ല പാകത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം നമുക്ക് ഇത് കിട്ടാൻ. ഇനി നമുക്കൊരു 2-3 മിനിറ്റും കൂടെ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പം നമ്മുടെ ഡോ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ ഫിംഗേഴ്സ് രൂപത്തിലാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെ ചെറിയൊരു പീസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കാം. അപ്പോൾ ഈ രീതിക്കാണ് കേട്ടോ ഞാനിവിടെ റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ ഇഷ്ടമുള്ളത് ആ ഒരു രീതിയിലാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ആക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പം നമുക്ക് ഇനിയുള്ള ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് എല്ലാം ഒരേ ലെവലായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ അറ്റം. അപ്പോൾ ഈ ഒരു സൈസിൽ ഈ ഒരു അളവിലാണ് കേട്ടോ ഞാനിത് റെഡിയാക്കുന്നത്. ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ അവൽ ഫിംഗേഴ്സ് ഇവിടെ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത്രയാണ് കിട്ടിയത്. അപ്പോൾ നല്ല കറക്റ്റായി കിട്ടിയിട്ടുമുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നല്ലവണ്ണം ചൂടായിട്ടുണ്ട്. നല്ലവണ്ണം ചൂടായതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ.
അപ്പോൾ എൻ്റെ റെസിപ്പീസൊക്കെ നിങ്ങൾ പരീക്ഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ നമ്മൾ സാധാരണ സ്നാക്സൊക്കെ ഫ്രൈ ചെയ്യുമല്ലോ, അതുപോലെ തന്നെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതൊരു ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്യാം. എന്നിട്ട് ഇത് നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ ഈ ഒരു ഫിംഗേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന ടൈമിൽ എണ്ണ നല്ല ചൂടായിരിക്കണം. എന്നിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി വെച്ചിട്ട് വേണം കേട്ടോ ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുമ്പോഴും ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം എണ്ണയിൽ നിന്ന് കോരിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ട്രിപ്പും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നല്ല ഈസി ആയിട്ട് ക്രിസ്പി ആയിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്സാണ്. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.